അതിരാവിലെ ആയപ്പം ഇന്ന് വിളി വന്നു. നവംബർ 1 കേരളപ്പിറവിയാണ്, കൊച്ചിനെ അംഗൻവാടിയിൽ പ്രവേശനോത്സവത്തിന് കൊണ്ടുപോകണമെന്ന്. ഉറങ്ങി എഴുന്നേറ്റ കൊച്ചിനെ പിടിച്ചു വലിച്ച് ഒരു കുഞ്ഞു ഉടുപ്പ് ഇട്ട് ഇന്നലെ എങ്ങാനും പറമ്പിൽ കിടന്ന ചെരുപ്പും തേച്ച് കഴുകിയിട്ട് നഴ്സറി കൊണ്ടുവന്നു. നഴ്സറി ചെന്നപ്പോൾ ബഹളം. എല്ലാവരും പിള്ളേരെയും കൊണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ഹന്ന നല്ല കൂളായിട്ടിരിക്കുന്നു, കാലൊക്കെ ആട്ടി. ഇതൊക്കെ എന്ത് കൊള്ളാലോ, ഇവരൊക്കെ എന്തിനും ഓടി നടക്കുന്നതെന്ന്. നമുക്ക് ഇവളെ അറിഞ്ഞൂടെ, കുറച്ച് നേരമല്ലേ ഇങ്ങനെ അടങ്ങിയിരിക്കുള്ളൂ. പിന്നെ അറിയാം അവളുടെ തനി സ്വഭാവം. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ചിറ്റിക്കൂട്ടൻ ഏതോ വഴി പോയി. അവനെ കണ്ടുപിടിക്കാൻ പുറകടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനും തുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മമാരും കുട്ടികളും എല്ലാവരും കെട്ടലും പെറുക്കലും അങ്ങനെ പരിപാടിയെല്ലാം സെറ്റായി. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈശ്വര പ്രാർത്ഥന തുടങ്ങി. മാഷ് നല്ല അടിപൊളി പ്രസംഗം കാച്ചുന്നുണ്ട്. പിള്ളേരൊക്കെ തോന്നിയ വഴിക്ക് നടക്കുന്നു. കുറച്ച് മാതാപിതാക്കൾ മാത്രമുണ്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നു. പിന്നെ പിള്ളേരുടെ കിടിലൻ ഡാൻസ് വരാൻ പോകുന്നുണ്ട്. ഇവരെ ഒന്ന് ഒരുക്കി നിർത്തുന്നത് ചില്ലറ പാടൊന്നുമല്ല. എല്ലാവരുടെയും കയ്യിലും റിബൺ കെട്ടണം, ബലൂൺ കൊടുക്കണം. ചിലവർ കെട്ടുന്നു, പൊട്ടുന്നു, വീർപ്പിക്കുന്നു. എന്തൊക്കെയായാലും ഡാൻസ് അത് പൊളിച്ചു. അറിയാവുന്ന സ്റ്റെപ്പിട്ട് പെൺപിള്ളേർ നല്ല അടിപൊളിയായിട്ട് പൊളിക്കുന്നുണ്ട്. പക്ഷേ ഇവളുമാരെ നോക്കി കളിക്കാൻ വേണ്ടി നിന്നവന്മാർ അവിടെ വായി നോക്കിക്കുകയാണോ അതോ സ്റ്റെപ്പ് ഇവളുമാരുടെ ഭംഗി കണ്ട് നിന്നും പോയതാണോ എന്നറിയത്തില്ല. എന്തായാലും കാണാതായ ചിറ്റിക്കൂട്ടൻ എന്തായാലും ഡാൻസിൻ്റെ ഇടയിൽ കൂടെ എന്നെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അവസാനമായപ്പോൾ പുതുതായി വന്ന പിള്ളേർക്ക് സമ്മാനം കൊടുക്കലായിരുന്നു അടുത്ത ടാസ്ക്. മാഷ് ഓരോരുത്തരുടെ പേര് വിളിച്ച് കാത്തുക്കാൻ പറഞ്ഞിട്ട് പറയാം, പിള്ളേർ വരണ്ടേ. അമ്മമാർ മെല്ലെ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ച് വരുമ്പോൾ പിള്ളേർ സമ്മതിക്കണ്ടേ. അവസാനം അമ്മമാർക്കോ പിള്ളേർ ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എന്നായി മാഷിന്. എല്ലാവർക്കും കൊടുത്ത് വേഗം മാഷ് മെല്ലെ കൈ ഫ്രീ ആക്കി. ഹന്നായി നല്ല ഡീസൻ്റായി പോയി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ്. എന്തായാലും ഇവർ ഇത്ര എഫേർട്ട് എടുത്ത് റെഡിയാക്കിയ ടീച്ചർക്കും അംഗൻവാടി ഹെൽപ്പർക്കും മറ്റ് അമ്മമാർക്കും സഹായിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഒരു കിടിലൻ ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.